തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടകൾ തലപൊക്കുകയാണോ? അഴിക്കുപുറത്തുള്ള ഗുണ്ടാ സംഘങ്ങളെ പേടിക്കണം. ഒരു കാരണവുമില്ലാതെയാണ് അച്ഛനെയും ഒരു 16-കാരൻ മകനെയും തല്ലിക്കൊല്ലാനാക്കിയിട്ടത് ഒരു ക്രിമിനൽ. തകരപ്പറമ്പ് കുട്ടനെന്നാണ് അയാളുടെ പേര്. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും +2 വിദ്യാർത്ഥിയായ മകനും നേരെയായിരുന്നു ഗുണ്ടാ സംഘത്തിന്റെ തേർവാഴ്ച. വൈകിട്ടോടെ കുറ്റവാളി പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് എപ്പോൾ ജാമ്യത്തിലിറങ്ങുമെന്നാണ്. അനക്കാൻ പറ്റുള്ള ഒരു ഇത് കഴിഞ്ഞ് ആകെ ഈ വിരലും ഇതൊക്കെ അനക്കാൻ പറ്റുള്ളൂ. കൊച്ചിനെ അടിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അമ്മയോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ആലോചിച്ചു. മഞ്ചൂർ പോലീസ് സ്റ്റേഷനും കോടതിക്കും തൊട്ടടുത്ത് ഏതാണ്ട് 1/2 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിക്കും പിതാവിനും നേരെ ഗുണ്ടാസംഘം ആക്രമണം നടത്തിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരുവരെയും ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തി നിലത്തിട്ട് ക്രൂരമായി മർദ്ദിച്ചു. വലിയ ക്രൂരതയാണ് ശ്രീകണ്ഠേശ്വരത്ത് താമസിക്കുന്ന രാജേഷിനും മകൻ അഭിനവിനും നേരെ ഉണ്ടായത്. അവരുടെ അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാം. കട്ടിൽ നിന്ന് പോലും എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രയധികം ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. കൈ ഒടിഞ്ഞിട്ടുണ്ട്. അഭിനവിൻ്റെ തോള് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം രാജേഷിൻ്റെ കൈക്കും വിരലുകൾക്കുമെല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് ചേട്ടാ ഉണ്ടായത്? ഇന്നലെ ഒരു രാത്രി 8:30 മണിയോടുകൂടി മോനെ ട്യൂഷന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ അരിക്കട മുടിക്കിൻ്റെ അവിടെ 2 കാർ ബ്ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഹോണടിച്ചിട്ട് വണ്ടി ഒന്ന് മാറ്റി തരാമെന്ന് ചോദിച്ചപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഞാൻ പിന്നെ അവർ സംസാരിച്ചോണ്ട് ഞാൻ പിന്നെ ഹോണടിച്ച് എന്താടാ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയില്ലാടാന്ന് പറഞ്ഞിട്ട് വളരെ കൂടുതലായിട്ട് അടുത്ത് വന്നിട്ട് ഒറ്റ ഇടി ഇടിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ ഇടിച്ചിട്ട് അടുത്ത ഇടികളൊക്കെ കിട്ടിയതെല്ലാം ഒരു കൊലപാതകത്തിൻ്റെ രീതിയിലുള്ള ഇടിയായിരുന്നു. മൃഗീയമായി ഞാൻ സോറി എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല. ആ രീതിയിലുള്ള ആക്രമണമായിരുന്നു. മോൻ അവിടുന്ന് രക്ഷപ്പെടാനൊന്നും പറ്റിയില്ല. എന്താ സംഭവിച്ചേ? എന്നെ വേഗം അച്ഛൻ തള്ളിയിടുന്ന കണ്ടുകൊണ്ട് ഞാൻ സഹായിക്കാൻ പോയി. വേഗം എന്നെ എടുത്ത് ഇടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും വേഗം വേറൊരുത്തനും കൂടെ വന്ന് എന്നെ തള്ളിയിട്ട് 2 പേരും കൂടെ ചേർന്ന് ഒരാൾ എൻ്റെ കൈ പിടിച്ചു വെച്ചിട്ട് മറ്റേ ആളാണെങ്കിൽ എൻ്റെ മോന്തക്കെട്ട് ചവിട്ടുമായിരുന്നു. അങ്ങനെ കുറേ ഇടിയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ നീരുണ്ട്. മൊത്തം കൈ അനക്കാൻ പറ്റുള്ള ഒരു ഇത് കഴിഞ്ഞ് ആകെ ഈ വിരലും ഇതൊക്കെ അനക്കാൻ പറ്റുന്നു. പോലീസിന് മുന്നിൽ കൂടെയാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. അപ്പോൾ ആ പ്രതിയെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പെട്ടെന്നുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പോലീസിൽ നിന്ന് എന്താ ഇപ്പൊ പറഞ്ഞ? രാവിലെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. കൊച്ചിനെ അടിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അമ്മയോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എന്ത് പരാതി ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പം അല്ല ഞങ്ങൾ വന്നാൽ നിങ്ങൾ പരാതി ഉണ്ടെന്ന് പറയൂ. ഞാൻ പിന്നെ പരാതിയില്ലേ, ഞങ്ങളിവിടെ താമസിക്കുന്നതാണ്, ഞങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ താമസിക്കുന്നത്, ഞങ്ങൾക്ക് പിന്നെ പരാതി ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. ഏത് പോലീസുകാരനെ വിളിച്ചതോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഇങ്ങനെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചത്? SI ആണെന്ന് എന്നോട് പറഞ്ഞു. മഞ്ചൂർ SI ആണ്. എന്നെ അടിച്ചത് പോട്ട് കുഞ്ഞിനെ 16 വയസ്സ് കഴിഞ്ഞ കുഞ്ഞിനെ നടുറോടിയിട്ട് ചവിട്ടി ഗുണ്ടകൾ ആക്രമിച്ചിട്ട് കേസുണ്ടോ എന്ന് ചോദിക്കുന്ന രീതി ശരിയാണോ? കേസുണ്ടോ എന്ന് ചോദിച്ചു. പോലീസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ആ നമ്പർ ആരുടേതാണ് അതൊക്കെ പരിശോധിക്കാമെന്നുള്ളതാണ്. പോലീസ് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഈ നഗരമധ്യത്തിൽ ഈ ശ്രീകണ്ഠേശ്വരം അമ്പലത്തിനോട് തൊട്ട് ചേർന്ന് താമസിക്കുന്നവരാണ്. 2 പേര് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ഥിതി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു ആഘാതം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം മാറിയിട്ടില്ല. അനിയനൊക്കെ തലയിലേക്ക് ഇട്ട് ചവിട്ടിയേക്കണം. ആകെ 18 വയസ്സ് പോലും ആയത്തില്ല. ഒരു സ്കൂൾ കുട്ടിയാണ്. അവനെ തലയിലേക്ക് ഇട്ട് ചവിട്ടി. തലയിലേക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പോലീസിന്റെ കൃത്യവിലോപം വലിയ വാർത്തയായതോടെ SI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പരാതിക്കാരുടെ വീട്ടിലെത്തി വിശദമായി മൊഴിയെടുത്തു.
മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. രാജേഷ് അയാളുടെ മകനെ മർദ്ദിച്ചു എന്ന് പറയുന്ന ഗുണ്ട തകരപ്പറമ്പ് കുട്ടൻ ശ്യാം കുമാർ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 308 കേസാണ്. ഇനി ഇതിനകത്തൊരു പ്രതിയുടെ ഉണ്ട്. ആ പ്രതിക്ക് വേണ്ടി അന്വേഷണം നടക്കുകയാണ്. നിയമത്തെ തന്നെ വെല്ലുവിളിച്ച് നിരത്തിൽ കൊലവിളി നടത്തിയ ഈ ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ കൃത്യമായ പോലീസ് നടപടി ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കൂ. കൈ അനക്കാൻ പറ്റുള്ള ഒരു ഇത് കഴിഞ്ഞ് ആകെ ഈ വിരലും ഇതൊക്കെ അനക്കാൻ പറ്റുള്ളൂ. കൊച്ചിനെ അടിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അമ്മയുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ചു. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.